2018 SSLC ഫൈനൽ എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും 5 മാർക്കിന് വന്നിട്ടുള്ള ചോദ്യമാണ് ഇത്. There are 20 terms in an arithmetic sequence. 20 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണി. Sum of the first and last terms is 88. ആദ്യ പദവും 20ാം പദവും കൂട്ടിയാൽ 88 കിട്ടും. ആദ്യത്തെ ചോദ്യം, what is the sum of the second and 19th terms? രണ്ടാം പദവും 19ാം പദവും കൂട്ടിയാൽ എത്ര കിട്ടും? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്നത് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗം ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ തിയറത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട് പോകുന്നത്. എന്തായിരുന്നു ആ തിയറം? ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇഫ് ദ സം ഓഫ് 2 പൊസിഷൻസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് അതർ 2 പൊസിഷൻസ് then the sum of the terms at each pair is the same. എന്താണ് പറയുന്നത്? ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 സ്ഥാനങ്ങളുടെ തുക മറ്റു 2 സ്ഥാനങ്ങളുടെ തുകയ്ക്ക് തുല്യമാണെങ്കിൽ ഈ ജോഡി സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുകയും തുല്യമാണ്. അതായത് ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേമും 20th ടേമും, ഒന്നാമത്തെ പദവും 20ാമത്തെ പദവും കൂട്ടിക്കഴിഞ്ഞാൽ 88 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദവും 19th ടേം അഥവാ 19ാം പദവും കൂട്ടിയാൽ എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ തിയറത്തിൽ എന്താണ് പറയുന്നത്? ഇതുപോലെ 2 പെയർ ഓഫ് ടേംസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് 2 ജോഡി പദങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അവയുടെ സ്ഥാനങ്ങളുടെ തുക തുല്യമാണെങ്കിൽ അവയുടെ ടേംസ് അഥവാ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. അതായത് ഇവിടെ 1ഉം 20ഉം കൂട്ടിയാൽ എത്രയാണ്? 21 ഇവിടെ 2ഉം 19ഉം കൂട്ടിയാൽ എത്രയാണ്? 21 അതായത് ഈ 2 ടേംസ് അഥവാ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. ഒന്നാമത്തെയും 20ാമത്തെയും പദം കൂട്ടിയാൽ 88 ആണെങ്കിൽ രണ്ടാമത്തെയും 19ാമത്തെ പദം കൂട്ടിയാലും 88 ആയിരിക്കും. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം എന്താണ് പറയുന്നത്? അതായത് 10th ടേം നമുക്ക് തന്നിട്ടുണ്ട് 42. അങ്ങനെയെങ്കിൽ 11th ടേം അഥവാ 11ാം പദമാണ് ചോദിച്ചിട്ടുള്ളത്. അതും നമ്മൾ ഇതേ തിയറം യൂസ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. 10ഉം 11ഉം കൂട്ടിയാൽ എത്രയാണ്? 21 അല്ലേ? അതായത് ഇതിന്റെ പൊസിഷൻസ് അഥവാ സ്ഥാനങ്ങളുടെ തുകയും 21 ആണെങ്കിൽ 10ാമത്തെയും 11ാമത്തെയും പദം കൂട്ടിയാൽ എത്രയായിരിക്കും ഉത്തരം? 88 തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 10th ടേം 10ാം പദം പ്ലസ് 11th ടേം 11ാം പദം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 88. ഇനി ഇതിലെ 10ാമത്തെ പദം 42 ആണ്. 11ാമത്തെ പദത്തെ നമ്മൾ 11th ടേം എന്ന് തന്നെ എഴുതുന്നു. ഈക്വൽ ടു 88. ഇതിൽ നിന്നും നമുക്ക് 11ാം പദം കണ്ടുപിടിച്ചൂടെ? 11th ടേം അഥവാ 11ാം പദം ഈക്വൽ ടു 88 മൈനസ് 42 46. ടോട്ടൽ 11 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് 2018 SSLC ഫൈനൽ എക്സാമിന് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കാണുവാനായി അടിയിലുള്ള വീഡിയോ കണ്ടു നോക്കുക. താങ്ക്